പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരങ്ങളെ, ഈ പരിശുദ്ധ ബലി നമ്മൾ അർപ്പിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യമൊന്ന് നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നമ്മളെ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നൊരു കാര്യം ആന്തരിക മുറിവുകളാണ്. അത് പല വിധത്തിലാണ്. നമ്മുടെ ഉള്ളിലുള്ള വെറുപ്പ്, ദേഷ്യം, ഇതൊക്കെ ആന്തരിക സൗഖ്യം കിട്ടേണ്ട മേഖലകളാണ്. ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, അതുപോലെ ചില അപകർഷതാബോധങ്ങൾ, ജീവിതത്തിൽ രക്ഷപ്പെടുകയല്ലെന്നുള്ള വിചാരം, നിരാശ, അങ്ങനെയുള്ള മടുപ്പ് തോന്നുന്ന അവസ്ഥകൾ, ഇങ്ങനെ പല വിധത്തിലാണ് നെഗറ്റിവിറ്റി നമ്മുടെ ഉള്ളിലുള്ളത്. ഈ നെഗറ്റിവിറ്റി വെച്ചോണ്ട് ജീവിക്കാൻ പാടാണ്. അതാരും അറിയല, ഉള്ളിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ അടുത്തിരിക്കുന്ന ഒരാൾ മറ്റൊരു വ്യക്തിയുടെ ആന്തരിക മുറിവുകളെക്കുറിച്ച് അറിയില്ല, ആന്തരിക സൗഖ്യം കിട്ടേണ്ട മേഖലകളെക്കുറിച്ച് അറിയില്ല. നമ്മൾ ചിലപ്പോൾ ഈ ആന്തരിക സൗഖ്യം കിട്ടേണ്ട മേഖലകൾ അതിങ്ങനെ സൗഖ്യം കിട്ടാത്തത് കൊണ്ട് പലരെയും നമ്മളെ തന്നെ മുറിപ്പെടുത്തും, മറ്റുള്ളവരെ മുറിപ്പെടുത്തും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ആന്തരിക സൗഖ്യം കിട്ടാതെ ജീവിക്കാൻ പാടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. മുന്നോട്ടുള്ള ജീവിതം ബുദ്ധിമുട്ടാണ്. ഈ പഴയ പാപ ചിന്തകൾ പോലും അത് നമ്മളെ പിന്നെ അലട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അതുമൊക്കെ സൗഖ്യത്തിൽ പെടുത്തേണ്ട കാര്യം, ആന്തരിക സൗഖ്യം. അതുകൊണ്ട് ഈ കുർബാന അർപ്പിക്കുന്ന ഈ സമയത്ത് നമുക്ക് കർത്താവേ, എൻ്റെ ഉള്ളിലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ, പാപചിന്തകൾ, എനിക്കുണ്ടായിട്ടുള്ള വിഷമങ്ങൾ, ഞാൻ മൂലം മറ്റുള്ളവർക്കുണ്ടായ വിഷമങ്ങൾ, ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി അർപ്പിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ.
ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അധപതിച്ച ലോകത്തെ അങ്ങേ പുത്രന്റെ താഴ്മയാൽ അങ്ങ് സമുദ്ധരിച്ചുവല്ലോ. അങ്ങേ വിശ്വാസികൾക്ക് ദിവ്യാനന്ദം നൽകണമേ. അങ്ങനെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ച ഞങ്ങളെ നിത്യമായ സന്തോഷത്താൽ ആഹ്ലാദിക്കുവാൻ ഇടയാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ഈജിപ്തിലെല്ലാം ക്ഷാമമായപ്പോൾ ജനങ്ങൾ ഫറവോയുടെ അടുക്കൽ ആഹാരത്തിന് അപേക്ഷിച്ചു. അവൻ ഈജിപ്തുകാരോട് പറഞ്ഞു, ജോസഫിൻ്റെ അടുത്തേക്ക് ചെല്ലുക, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക. ദേശത്തെല്ലാം പട്ടിണി വ്യാപിച്ചപ്പോൾ ജോസഫ് കല്ലവറകൾ തുറന്ന് ഈജിപ്തുകാർക്ക് ധാന്യം വിറ്റു. ഈജിപ്തിൽ പട്ടിണി വളരെ രൂക്ഷമായിരുന്നു. ജോസഫിൻ്റെ പക്കൽ നിന്ന് ധാന്യം വാങ്ങാൻ എല്ലാ ദേശങ്ങളിൽ നിന്ന് ആളുകൾ ഈജിപ്തിലെത്തി. ലോകത്തെല്ലാം പട്ടിണി അത്ര രൂക്ഷമായിരുന്നു. അങ്ങനെ ഇസ്രായേലിൻ്റെ മക്കളും മറ്റുള്ളവരോടുകൂടെ ധാന്യം വാങ്ങാൻ പോയി. കാരണം കാനാൻ ദേശത്തും ക്ഷാമമായിരുന്നു. ജോസഫായിരുന്നു ഈജിപ്തിലെ അധികാരി. അവനാണ് നാട്ടുകാർക്കൊക്കെ ധാന്യം വിറ്റിരുന്നത്. ജോസഫിൻ്റെ സഹോദരന്മാർ വന്ന് അവനെ നിലം പറ്റി താണു വണങ്ങി. ജോസഫ് സഹോദരന്മാരെ തിരിച്ചറിഞ്ഞു. അവൻ അവരെയെല്ലാം 3 ദിവസം തടവിൽ പാർപ്പിച്ചു. 3-ാം ദിവസം ജോസഫ് അവരോട് പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ ചെയ്യുക, എങ്കിൽ നിങ്ങൾ ജീവിക്കും. കാരണം ദൈവഭയമുള്ളവനാണ് ഞാൻ. സത്യസന്ധരെങ്കിൽ സഹോദരന്മാരായ നിങ്ങളിൽ ഒരുവൻ ഇവിടെ തടവിൽ കിടക്കട്ടെ. മറ്റുള്ളവർ നിങ്ങളുടെ വീട്ടിലെ പട്ടിണി അകറ്റാൻ ധാന്യവും കൊണ്ട് പോകട്ടെ. നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ പറയുന്നത് നേരെന്ന് തെളിയും. നിങ്ങൾക്ക് മരിക്കേണ്ടി വരികയില്ല. അവർ അപ്രകാരം ചെയ്തു. അവർ തമ്മിൽ പറഞ്ഞു, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്തതിൻ്റെ ഫലമാണ്. തീർച്ച അവൻ അന്ന് കേണപേക്ഷിച്ചിട്ടും അവൻ്റെ പ്രാണസങ്കടം കണ്ടിട്ടും നമ്മൾ അവന് ചെവി കൊടുത്തില്ല. അതുകൊണ്ടാണ് ഈ ദുരിതം നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ റൂബൻ പറഞ്ഞു, കുട്ടിക്കെതിരെ തെറ്റ് ചെയ്യരുതെന്ന് ഞാൻ അന്ന് പറഞ്ഞില്ലേ? നിങ്ങളത് കേട്ടില്ല. അവൻ്റെ രക്തം ഇപ്പോൾ പകരം ചോദിക്കുകയാണ്. തങ്ങൾ പറഞ്ഞത് ജോസഫിന് മനസ്സിലായെന്ന് അവർ അറിഞ്ഞില്ല. കാരണം ഒരു ദ്വിഭാഷിയുടെ സഹായത്തോടെയാണ് അവർ ജോസഫുമായി സംസാരിച്ചത്. ജോസഫ് അവരുടെ അടുത്ത് നിന്ന് മാറിപ്പോയി കരഞ്ഞു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കാരുണ്യം
അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ചൊരിയണമേ. കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ. 10 കമ്പിയുള്ള വീണ മീട്ടി അവിടത്തേക്ക് കീർത്തനം ആലപിക്കുവിൻ. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. ഉച്ചത്തിൽ ആർപ്പുവിളികളോടെ വിദഗ്ധമായി തന്ത്രി മീട്ടുവിൻ. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കാരുണ്യം അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ചൊരിയണമേ. കർത്താവ് ജനതകളുടെ ആലോചനകളെ വ്യർത്ഥമാക്കുന്നു. കർത്താവ് അവരുടെ പദ്ധതികളെ തകർക്കുന്നു. കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്. അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കാരുണ്യം അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ചൊരിയണമേ. ഇതാ, തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കാരുണ്യം അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. ആ 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ: ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, അവൻ്റെ സഹോദരൻ അന്ത്രയോസ്, സബദിയുടെ പുത്രനായ യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ, പീലിപ്പോസ്, ബർത്തലോമിയോ, തോമസ്, ചുങ്കക്കാരൻ മത്തായി, ഹൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, കാനാൻകാരൻ ശിമയോൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്ത. ഈ 12 പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു: നിങ്ങൾ വിജാതിയരുടെ അടുത്തേക്ക് പോകരുത്, സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത്. പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ. പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 8-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ. നമ്മളെപ്പോഴും ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഈ ജീവിതവും എല്ലാം നമുക്ക് ദൈവം ദാനമായി നൽകിയതാണ്. അതുകൊണ്ട് ദാനമായി കൊടുക്കാൻ ഉള്ള മനസ്സ് നമ്മൾ വളർത്തിയെടുക്കണം. ഇന്ന് ജോസഫിൻ്റെ കാര്യം നമ്മൾ വായിക്കുമ്പോഴും വചനം തുടങ്ങുന്നത് ഉൽപ്പത്തി പുസ്തകം 41-55 വാക്യം: നിങ്ങൾ ജോസഫിൻ്റെ അടുത്തേക്ക് ചെല്ലുക, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക. ഇന്ന് ബുധനാഴ്ച ദിവസം നമ്മൾ യൂസഫ് പിതാവിനെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ നമ്മളങ്ങനെ യൂസഫ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം അത് ചിന്തിക്കുന്നതും നല്ലതാണ്. പഴയ നിയമത്തിലെ ജോസഫിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോഴും, കാരണം സഭയിൽ യൂസഫ് പിതാവിന് ഒരു പ്രഥമ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. പ്രോട്ടോധൂളിയ എന്ന് പറയും. അതായത് വിശുദ്ധന്മാരിൽ മാതാവിന് അതിവണക്കം, അത് കഴിഞ്ഞ പിന്നെ യൂസഫ് പിതാവിനാണ്. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലുക, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക. ഇപ്പോൾ പഴയ നിയമത്തിലെ ജോസഫിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാനായിട്ട് ഫറവോയുടെ നിർദ്ദേശം, ഇപ്പോൾ ജനത്തിൻ്റെ ക്ഷാമം അകറ്റാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ
അത് വഴികളൊക്കെ ഒരുക്കി കൊടുത്തത്, അതിനെക്കുറിച്ചുള്ള അപായം മുന്നേ കണ്ടുകൊണ്ട് അത് സൂചന നൽകിയത് ജോസഫാണ്. അതുകൊണ്ട് ജോസഫിനെ തന്നെ അധികാരിയായി നിയമിച്ചു. അപ്പോൾ ജോസഫ് എന്ന് നമ്മൾ ധ്യാനിക്കുമ്പോഴും ക്ഷമ ഒരു വരം പോലെ കിട്ടിയ ഒരാളാണ് ജോസഫ്. ക്ഷമ. നമുക്ക് സംഭവങ്ങളെല്ലാം അറിയാം. യാക്കോബ് തൻ്റെ ഇളയപുത്രൻ ജോസഫിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇവനോടൊരു അസൂയ ഉണ്ടായി. അപ്പോൾ ആട് മേയ്ക്കാൻ പോയപ്പോഴും ജോസഫിനെ അവർ കൊന്നുകളയാൻ ശ്രമിച്ചതും കിണറ്റിൽ തള്ളിയിടുന്നതും, അങ്ങനെ അത് ഇസ്മായിലിയർക്ക് വിറ്റ് ഈജിപ്തിലെത്തുന്നതും ഒക്കെ നമുക്ക് ആ സംഭവങ്ങളൊക്കെ എല്ലാം അറിയാം. ദൈവം ക്രമീകരിക്കുന്ന ഒരു സംഭവമാണ്. പിന്നീട് സഹോദരന്മാരെ തന്നെ ഈ ജോസഫിൻ്റെ മുമ്പിലേക്ക് എത്തിക്കുന്ന ദൈവം. അപ്പോൾ ഇതിങ്ങനെ വായിച്ചു വരുമ്പോഴും 42-ാം അധ്യായം 21-ാമത്തെ വാക്യം, അവർക്ക് ജോസഫിന് തിരിച്ചറിയാൻ പറ്റി തൻ്റെ സഹോദരങ്ങളെ. പക്ഷെ ജോസഫിന് അവർക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. എങ്കിൽ പോലും അവർക്ക് ഒരു കുറ്റബോധമുണ്ടായി. അവരൊരു കാര്യം പറയുന്നുണ്ട്. തൻ്റെ ഇളയ സഹോദരൻ ബെഞ്ചമിനെ ഇവൻ കണ്ടിട്ടില്ല. ബെഞ്ചമിനെ കൊണ്ടുവരാതെ നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, ബെഞ്ചമിനുമായിട്ട് വരിക. അങ്ങനെ ബാക്കിയുള്ളവരെയൊക്കെ അവിടെ തടവിൽ പാർപ്പിക്കുന്നുണ്ട്. ഇളയ സഹോദരനെ ഇവിടെ കൊണ്ടുവന്നിട്ടല്ലാതെ നിങ്ങൾ ഈ നാട് വിട്ടു പോവുകയില്ല. ഇത് ആ പാവൻ ജോസഫ് ബെഞ്ചമിനെ കണ്ടിട്ടുണ്ടാകിയല്ല. അപ്പം അതുകൊണ്ടൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് തൻ്റെ സഹോദരൻ, ബാക്കിയെല്ലാവരെയും കണ്ടല്ലോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ജോസഫ് കാണിക്കുന്ന ഒരു അടവാണിട്ടാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ 21-ാമത്തെ വാക്യം എത്തുമ്പോഴും 42 ഉൽപ്പത്തി 42-21 എത്തുമ്പോഴും അവർ അപ്രകാരം ചെയ്തു. അവർ തമ്മിൽ പറഞ്ഞു, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്തതിൻ്റെ ഫലമാണ് തീർച്ച. അവൻ അന്ന് കേണപേക്ഷിച്ചിട്ടും അവൻ്റെ പ്രാണസങ്കടം കണ്ടിട്ടും നമ്മളവന് ചെവി കൊടുത്തില്ല. അതുകൊണ്ടാണ് ഈ ദുരിതം നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ റൂബൻ പറഞ്ഞു, കുട്ടിക്കെതിരെ തെറ്റ് ചെയ്യരുതെന്ന് ഞാനന്ന് പറഞ്ഞിരുന്നില്ലേ, നിങ്ങളത് കേട്ടില്ല. അവൻ്റെ രക്തം ഇപ്പോൾ പകരം ചോദിക്കുകയാണ്. അപ്പോൾ ഇത് ജോസഫാണെന്നറിയാതെ തന്നെ അവർക്ക് നല്ല കുറ്റബോധം വരുന്നുണ്ട്, പാപബോധം വരുന്നുണ്ട്, അനുതാപം ഉണ്ടാകുന്നുണ്ട്, തിരിച്ചറിവുണ്ടാകുന്നുണ്ട്. ഇത് നമുക്ക് വേണം, എന്നും നമുക്ക് വേണം. അപ്പോൾ ജോസഫിനെ ദൈവം മുന്നിൽ നിർത്തുന്നത്, അവരുടെ മുന്നിൽ നിർത്തുന്നത്, കാലം ജോസഫിനെ സഹോദരന്മാരുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് അത് അവരിൽ ആ തെറ്റിനെക്കുറിച്ച് അനുതാപം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഉടനെ ഒന്നും അവർക്ക് അനുതാപം ഉണ്ടായി കാണുകയില്ല. അവർ വല്ല കാട്ടുമൃഗങ്ങളും കൊന്നുകളഞ്ഞു കാണാം എന്ന് നുണ പറഞ്ഞ് പിതാവിനെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ വസ്ത്രത്തിൽ രക്തം പുരട്ടിക്കൊണ്ടുവന്ന് കബളിപ്പിച്ചവരാണവർ. എന്ത് കൊടിയ പാപമാണ് ചെയ്തത്. അപ്പോൾ അവർക്ക് ജോസഫിനെ കാണാതെ തന്നെ അനുതാപമുണ്ടായി. ഇനി ജോസഫ് ജോസഫിന് ഇതൊക്കെ കാണുമ്പോഴും ജോസഫ് ഉള്ളിലിങ്ങനെ കരയുകയാണ്. ജോസഫിൻ്റെ കരച്ചിലുകൾ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യം. ഒരു 4 തവണ ജോസഫ് കരയുന്നതായിട്ട് പറയുന്നുണ്ട്. നാളത്തെ വായനയിലും അതുണ്ട്. അപ്പോൾ ഇന്നത്തെ വായനയിലും വായന ഉൾക്കൊള്ളുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം 42-24 വാക്യം, ജോസഫ് അവരുടെ അടുത്ത് നിന്ന് മാറിപ്പോയി കരഞ്ഞു, തിരിച്ചു വന്ന് അവരുമായി സംസാരിച്ചു. ഇത് ആന്തരിക സൗഖ്യത്തിൻ്റെ ഒരു മേഖലയാണ്. വേണമെങ്കിൽ നമുക്കവിടെ കുറ്റപ്പെടുത്താം, നിങ്ങൾക്കിത് വേണം, നിങ്ങൾ എന്നെ അന്ന് എന്താ ചെയ്തത്, നിങ്ങളൊരു മനുഷ്യനോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളല്ലേ എന്നോട് ചെയ്തത്, നിങ്ങൾക്കിത് തന്നെ വേണം, നിങ്ങളെ ഞാൻ ശിക്ഷിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പകരം വീട്ടാത്ത ജോസഫ്. അതാണ് ക്ഷമ ഒരു വരമായി കിട്ടിയവനാണ് ജോസഫ്. ക്ഷമ ഒരു വരമായി കിട്ടിയത്. ഇത് ആന്തരിക സൗഖ്യം കിട്ടിയത് കൊണ്ടാണ്. ആന്തരിക സൗഖ്യം കിട്ടാത്തയാള് ഇതിനെല്ലാം കണക്ക് ചോദിക്കും, ഉരുളക്കുപ്പേരി കണക്ക് മറുപടി പറയും. അതാണ് ആന്തരിക സൗഖ്യം കിട്ടാത്തയാൾ ചെയ്യുക. ഇനി ഈ അടവ് അത് ഫലിച്ചു, ബെഞ്ചമിനുമായിട്ട് അവർ വരും. അത് 43-ാമത്തെ അധ്യായത്തിലാണ്. അത് 30-ാമത്തെ വാക്യത്തിൽ അങ്ങനെ ബെഞ്ചമിനെ കാണുമ്പോൾ ഈ ജോസഫ് പിന്നെ കരയാനൊരിടം നോക്കി എന്നാ പറയുന്നത്. കരയാനൊരിടം നോക്കി. ഇത് എത്രയോ സുന്ദരമാണ്. അവന് തൻ്റെ ഇളയ സഹോദരന്, താൻ പോന്നിട്ട് ജനിച്ച മകനാണ് ബെഞ്ചമിൻ ഒന്ന് കാണണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു തന്ത്രം ജോസഫ് പയറ്റുന്നത്. നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക. ധൂർത്തപുത്രൻ്റെ കഥയിൽ ധൂർത്തപുത്രൻ വലിയ തെറ്റാണ് ചെയ്തത്.
സ്വത്തെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി വ്യഭിചാരമൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു അന്യനെ പോലെ അങ്ങനെ ജീവിച്ചു. അപ്പോഴും പരിശുദ്ധാത്മാവ് വന്നു. ലൂക്ക 15:17 അപ്പോൾ സുബോധമുണ്ടായി അവന്. ഇത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് അവന് ആന്തരിക സൗഖ്യം കിട്ടിയത്. ഈ ആന്തരിക സൗഖ്യത്തിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തോട് വലിയ പ്രത്യാശ ഉണ്ടാകും. ആന്തരിക സൗഖ്യം കിട്ടിയില്ല എങ്കിൽ ജീവിതത്തോട് മടുപ്പ് തോന്നും, മരിക്കണമെന്ന് തോന്നും. തിരിച്ചു ചെല്ലാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു തെറ്റാണ് ധൂർത്തപുത്രൻ ചെയ്തത്. പക്ഷേ ഞാൻ വീട്ടിൽ തിരിച്ചു ചെന്നാൽ എന്നെ വീട്ടിൽ കയറ്റും എന്നൊരു പ്രത്യാശ അവനുണ്ടായി. അവൻ മറുത്ത് ചിന്തിച്ചില്ല, എന്നെ വീട്ടിൽ കയറ്റൂലായിരിക്കും എന്ന് അവൻ ചിന്തിക്കുന്നില്ല. വീട്ടിൽ കയറ്റും, പിതാവിനെ സ്വീകരിക്കും എന്ന ഒരു ചിന്ത മാത്രമാണ്. ഇതാണ് ആന്തരിക സൗഖ്യത്തിൻ്റെ ഒരു റിസൾട്ടാണിത്. ഇനി അവൻ ഈ ആന്തരിക സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പരാധീനതകളൊന്നും ഉണ്ടാവില്ല, ഒന്നും ചോദിക്കില്ല, പാപം മാത്രമേ പറയുള്ളൂ. കർത്താവേ, എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയും. അത് നല്ല അനുതാപം കിട്ടി. അത് പത്രോസ് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ ഉള്ളു തേങ്ങിക്കരഞ്ഞു പത്രോസ് ഈശോയുടെ ഒരു നോട്ടം കൊണ്ട്. ആ നോട്ടത്തിന് ആന്തരിക സൗഖ്യത്തിൻ്റെ ഫലമുണ്ട്. ഈ പരിശുദ്ധാത്മാവ് പന്നിക്കുട്ടിൽ വന്നത് അത് അവൻ്റെ പിതാവ്, ധൂർത്തപുത്രൻ്റെ പിതാവ് ചിലപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കാണും. ആരോ ഒരാൾ പ്രാർത്ഥിച്ചത് അത് അനുഗ്രഹത്തിന് കാരണമായി. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും അവനൊന്നും ചോദിച്ചില്ല, അവനെല്ലാം തിരിച്ചു കിട്ടി, എല്ലാ കാര്യങ്ങളും തിരിച്ചു കിട്ടി. ഇനി അവൻ ചോദിക്കാത്തൊരു കാര്യം കൂടി, അവൻ ആഗ്രഹിക്കാതിരുന്ന, പ്രതീക്ഷിക്കാതിരുന്നൊരു കാര്യം കൂടി അവന് കിട്ടി. അവനെ പിതാവ് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇനി മറ്റൊരു കാര്യം, മൂത്ത മകൻ ഇങ്ങനെ പെരുവിർത്തോണ്ടിരിക്കുക, ഇതവൻ കേൾക്കുന്നുണ്ടല്ലോ, പക്ഷെ അവനൊന്നും മറുപടി പറയുന്നില്ല. പിതാവാണ് മൂത്ത മകനോട് ഇവന് വേണ്ടി സംസാരിക്കുന്നത്. അപ്പോൾ ഈ പരിപൂർണ നിശബ്ദതയുണ്ടല്ലോ, പരിപൂർണ നിശബ്ദത, അത് ജോസഫിൻ്റെ ആന്തരിക സൗഖ്യമാണ്. ഈ ആന്തരിക സൗഖ്യം നമുക്ക് വേണം. അതില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇന്നത്തെ വായനയിൽ ജോസഫിൻ്റെ ആന്തരിക സൗഖ്യം, അത് നമുക്കൊരു പാഠമാണ് നമ്മുടെ മുന്നിൽ. അതുപോലെ നമുക്ക് ക്ഷമിക്കാനും മറക്കാനും സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൽ ഒരു വചനം ഇങ്ങനെ പറഞ്ഞു വച്ചിരിക്കുകയാണ്. 12-ാം അധ്യായം അത് 20-ാമത്തെ വാക്യം. മാത്രമല്ല, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക, ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂനകൂട്ടും. നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക, ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂനകൂട്ടും. ഇവർക്ക് ഈ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈജിപ്തിൽ അവർ വരുന്നത്, സഹോദരങ്ങൾ. എന്നിട്ട് പൈസയൊക്കെ വാങ്ങിക്കുന്നില്ല. പൈസ വാങ്ങിച്ചത് അവർക്ക് അവരുടെ ധാന്യങ്ങൾ ശേഖരിച്ച ആ ചാക്കിനുള്ളിൽ, സഞ്ചിക്കുള്ളിൽ ആ പണം തിരികെ വെച്ച് കൊടുത്തവനാണ് ജോസഫ്. അത് കൂടുതൽ അനുതാപത്തിന് കാരണമായി. ഇതിനൊരു വ്യാഖ്യാനം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം 21-22, ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക, അത് അവൻ്റെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടും. അപ്പോൾ ഒരു വ്യക്തിക്ക്, ദൈവമേ, ഞാൻ ഇത്രയും ദ്രോഹിച്ചിട്ടും എന്നോട് എന്തൊരു ക്ഷമയാണ് അദ്ദേഹത്തിന് എന്നുള്ള ഒരു ബോധം, അത് പാപബോധം, ആ കുറ്റബോധം, അത് പശ്ചാത്താപത്തിലേക്ക് വളരെ വളരെ പെട്ടെന്ന് തന്നെ നയിക്കും. അത് ശരിക്കും അത് നമ്മൾ ക്ഷമിക്കുന്നത് കൊണ്ട് തീരാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഹാങ് ഓവർ മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, വെറുപ്പിൻ്റെ അവസ്ഥ, ഇത് മാറിക്കിട്ടിയാൽ നമ്മൾ വിജയിക്കും. നമ്മുടെ ഉള്ളിലെ വിദ്വേഷം, നമ്മുടെ ഉള്ളിലുള്ള പാപചിന്തകൾ, തെറ്റായ ബോധ്യങ്ങൾ, ഇതെല്ലാം മാറിക്കിട്ടണം. ഇതെല്ലാം മാറിക്കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും. വളരെ ക്ലീനായിട്ടുള്ള മനസ്സാണെങ്കിൽ കർത്താവിനെ അനുഗമിക്കാൻ സുഖമാണ്. ഒരു പിശാച് ബാധിതനെ ഈശോ സുഖപ്പെടുത്തുന്ന സംഭവം നമുക്കറിയാമല്ലോ. അത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ അത് വിവരിക്കുന്നുണ്ട്. എന്നിട്ട് ആ പിശാച് ബാധിതനിലുള്ള ദുരാത്മാവ് അത് പന്നിക്കൂട്ടത്തിൽ കയറിയ കാര്യം നമുക്കറിയാമല്ലോ. എന്നിട്ട് ഈ പിശാച് ബാധിതൻ അയാൾ സുഖമായി പിശാച് ബാധയൊക്കെ വിട്ടുപോയി. അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ, അത് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 18-ാം വാക്യമാണ്. അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാച് ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോടുകൂടെ പോകുന്നതിന് അനുവാദം ചോദിച്ചു. അതായത് ഈശോയുടെ കൂടെ പോകണം, അങ്ങനെ ചോദിച്ചു. എന്നാൽ യേശു അതിന് അനുവദിച്ചില്ല. യേശു പറഞ്ഞു, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക,
കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഇന്നത്തെ സുവിശേഷം സുവിശേഷ വേലയ്ക്ക് വേണ്ടി അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുകയും അവരെ അയക്കുകയും ചെയ്യുന്ന ഭാഗമാണ്. നമ്മൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സുവിശേഷ വേല ചെയ്യുന്നവരാണ്. ഇല്ല, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ സുവിശേഷ വേല ചെയ്യുന്നു. നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും പറ്റുന്നത് സുവിശേഷ വേലയാണ്. ഇന്ന് ആ സഹോദരന്മാരെ അനുതാപത്തിലേക്ക് നയിച്ച ജോസഫ് ചെയ്ത സുവിശേഷ വേല അത് നമുക്ക് കുടുംബത്തിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഹാങ് ഓവർ ഉണ്ടല്ലോ, ഹാങ് ഓവർ, പിശാച് ബാധിതൻ്റെ പിശാച് ബാധ വിട്ടുപോയി, പക്ഷേ ഒരു ഹാങ് ഓവർ ഉണ്ട്. ഈ ഹാങ് ഓവർ സുവിശേഷ വേലയ്ക്ക് പറ്റിയതേ അല്ല. അങ്ങനെ ഒന്ന് ധ്യാനിച്ച്, നമ്മുടെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാൻ പറ്റുകയില്ല. ആന്തരിക സൗഖ്യം കിട്ടാത്ത ഒരാൾക്ക് സുവിശേഷ വേല ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കർത്താവിനെ പ്രഘോഷിക്കാൻ, കർത്താവിന് വേണ്ടി ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആന്തരിക സൗഖ്യം കിട്ടിയേ തീരൂ. ആന്തരിക സൗഖ്യം നമുക്ക് വേണം. നമുക്കതിനു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. ഈ ജോസഫിന് കിട്ടിയതുപോലെ ക്ഷമ ഒരു വരമായി കിട്ടിയതുപോലെ നമുക്കതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും കുമ്പസാരത്തിൻ്റെ അതിനോട് ചേർത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആന്തരിക സൗഖ്യം. കാരണം കുമ്പസാരം കഴിയുമ്പോൾ പാപം പോയി, പക്ഷേ പാപചിന്തകൾ, പാപ ഓർമ്മകൾ, വെറുപ്പ്, ഇതൊക്കെ ഒന്നും പോകുകയില്ല. ജഡീക മേഖലകളിലുള്ള കാര്യങ്ങളൊന്നും പോകുകയില്ല. അത് അവിടെ തന്നെ കിടക്കും. അത് പിന്നെയും നമ്മൾ ആക്രമിക്കും. ഇത് പരിപൂർണമായിട്ടും ഡിലീറ്റ് ചെയ്യപ്പെടണമെങ്കിൽ നമ്മൾ നിരന്തരം ദിവസേന രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുന്നതിന് മുൻപും നമ്മൾ ആന്തരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഉദാഹരണത്തിന് ഇങ്ങനെ പ്രാർത്ഥിക്കാം: ഈശോയെ, എൻ്റെ ഉള്ളിലുള്ള തിന്മയുടെ സ്വാധീനങ്ങളെയും പാപചിന്തകളെയും പാപ ഓർമ്മകളെയും എനിക്കുണ്ടായിട്ടുള്ള വിഷമങ്ങളെയും ഞാൻ മൂലം മറ്റുള്ളവർക്കുണ്ടായിട്ടുള്ള വിഷമങ്ങളെയും ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് കുറേ കൂടി നമുക്കൊരു പോസിറ്റീവ് മനസ്സ് വരും. ആളുകളോട് ഈ മൊനവച്ച് സംസാരിക്കുന്ന രീതി, കൊളുത്തി സംസാരിക്കുന്ന രീതി, ഒരു വാക്കിൽ എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കാതെ നമുക്ക് കിട്ടിയ വേദന അവനെയും കൂടി വേദനിപ്പിച്ചിട്ടേ നമ്മൾ അടങ്ങൂ എന്നുള്ള ചിന്തകളൊക്കെ മാറിക്കിട്ടും. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആന്തരിക സൗഖ്യം കർത്താവേ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ സഭയിൽ കുമ്പസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെയും ഞായറാഴ്ച ആചരണത്തിലൂടെ കർത്താവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾക്ക് ആന്തരിക സൗഖ്യം നൽകണമേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. നല്ല ആത്മീയ സ്വാതന്ത്ര്യത്തോടുകൂടി, ആത്മീയ തുറവിയോടുകൂടെ, ഒരു ആന്തരിക മുറിവുമില്ലാതെ സഭയിൽ ഇന്നും നിലകൊള്ളുന്ന, സഭയിൽ ഈശോയെ അനുഗമിച്ച് പരിശുദ്ധ കന്യകാമറിയമേ, വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ആമേൻ. അലിവായി തീരാ ദാനമീ ജന്മം ധന്യമായി തീരാ തിരുമാറിൽ ചേർക്കേണമേ നാഥ എന്നെയും കൈക്കൊള്ളണേ. അലിവായി തീരാ ദാനമീ ജന്മം ധന്യമായി തീരാ തിരുമാർ ചേർക്കേണമേ നാഥ എന്നെയും കൈക്കൊള്ളണേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും
നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ നാമത്തിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ അർപ്പണം ഞങ്ങളെ ശുദ്ധീകരിക്കുകയും അനുദിനം സ്വർഗീയ ജീവിത തലത്തിലേക്ക് ഞങ്ങളെ എത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന്
ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔസേപ്പിതാവിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും മഹിമയേറെ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും
നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ,
ഇത്ര മഹത്തായ ബലിവസ്തുക്കളാൽ സമ്പൂരിതരായ ഞങ്ങൾ രക്ഷാകരമായ ദാനങ്ങൾ സ്വീകരിക്കുവാനും അങ്ങേ സ്തുതികളിൽ നിന്ന് ഒരിക്കലും വിരമിക്കാതിരിക്കാനും ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ്സു നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹ പ്രണാമം. കാരുണ്യക്കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹ പ്രണാമം. കാരുണ്യക്കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. അഴലിൻ്റെ അലയാഴിയാകും വിമലാംബികേ നിൻ ഹൃദയം. അഴലിൻ്റെ അലയാഴിയാകും വിമലാംബികേ നിൻ ഹൃദയം. അഗതികളാം മക്കൾക്കെന്നും ആ തിരുസന്നിധി അഭയം. അഗതികളാം മക്കൾക്കെന്നും ആ തിരുസന്നിധി അഭയം. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേ